ഹായ്, ഞാൻ രാധിക ഡിജു, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ 3rd ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. സോ ഈ വീഡിയോ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഈ നീറ്റിൻ്റെ ജേർണിയിൽ നീറ്റിനെ കുറിച്ചുള്ള ടിപ്സ് ഷെയർ ചെയ്യാനും MBBSനെ കുറിച്ചുള്ള ആ ജേർണിത്തെ ഇൻസൈറ്റ്സ്, കാര്യങ്ങൾ, എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിനെയും കൊണ്ടുവരുന്നുള്ളത്. സോ ഇന്ന് എൻ്റെ മെഡിക്കൽ കോളേജിലത്തെ ഒരു ഫ്രണ്ടിനെ കൂട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഹിയർ വി ഹാവ് ടോം ബാസ്റ്റിൻ. ഹായ് രാധിക. സോ ടോം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യ്. ഹലോ എവരിബഡി, എൻ്റെ പേര് ടോം ബാസ്റ്റിൻ. ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ ഒരു പുനലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ രാധികയുടെ ബാച്ച്മേറ്റ് ആണ്. ഇപ്പോൾ 3rd ഇയർ MBBS സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് നീറ്റ് അന്നത്തെ സമയത്ത് എനിക്ക് മാർക്സ് 646 ഉണ്ടായിരുന്നു, റാങ്ക് 362 ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ലൈക്ക് ഇപ്പോൾ നിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ നീയാണോ ലൈക്ക് ഫാമിലിത്തെ ഫസ്റ്റ് മെഡിക്കോ, എങ്ങനെയാണ് നീറ്റിലേക്ക് വന്നത്? ഓക്കെ, ആക്ച്വലി ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട് പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് എൻട്രൻസ് എന്ന് പറയുന്ന മേഖലയിൽ ഒട്ടിക്കുന്ന ഒരു സ്ഥലമല്ല, ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ കാര്യമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ഒരു അറിവില്ലാതിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ അതിൽ നിന്ന് ഒരു 9 നിന്ന് തുടങ്ങിയ ഒരു ആഗ്രഹത്തിന് പുറമെ പിന്നെ പത്രങ്ങളിലും മറ്റും കണ്ട ഇതിലൂടെയാണ് ഞാൻ നീറ്റ് എന്ന് പറഞ്ഞ പരീക്ഷയെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഒരു 10 ശേഷം 10 വരെ കാര്യമായിട്ട് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു നീറ്റിനെ കുറിച്ച്. 10 ശേഷമാണ് ഞാൻ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയതും നീറ്റിന് വേണ്ടി എഫേർട്ട് ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എന്തുകൊണ്ടാണ് ലൈക്ക് ആ 9ാം ക്ലാസ്സിൽ ഡോക്ടർ ആവണമെന്ന് തോന്നാൻ കാരണം? എന്തുകൊണ്ട് MBBS ആഗ്രഹം? എനിക്ക് ചെറുപ്പം തൊട്ടേ ഞാൻ ഒരുപാട് എൻസൈക്ലോപീഡിയാസ് ഒക്കെ വാങ്ങിക്കുമായിരുന്നു, ബയോളജി റിലേറ്റഡ്. കാരണം എനിക്ക് ഹ്യൂമൻ ബോഡി ഭയങ്കര അട്രാക്ട് ചെയ്യുന്നൊരു സംഭവമായിരുന്നു. വെച്ചാൽ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയാ സംഭവങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫാമിലിയിലുള്ള ഈ ഡോക്ടേഴ്സ് അവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റും പിന്നെ അവർക്ക് കിട്ടുന്ന ഒരു ജോബ് സാറ്റിസ്ഫാക്ഷനും അത് കണ്ടപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ഡയറക്ഷനിലോട്ട് തന്നെ പോവുകയുണ്ടായി. ഓക്കെ, അപ്പോൾ എനിക്ക് മെയിൻലി ചോദിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ടോമിൻ്റെ ഒരു പ്രത്യേകത, അവൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്ത ഒരാളാണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോസിലൊക്കെ കമൻറ്റ് സെക്ഷനിൽ കണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ബോർഡും അതേപോലെ തന്നെ നിങ്ങൾ കൂടെ എൻട്രൻസ് കോച്ചിങ്ങും മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞുതരാൻ പറ്റുന്ന ഒരാളായിരിക്കും ടോം. അപ്പോൾ ടോം എൻട്രൻസിന് പോവാൻ വിചാരിച്ചല്ലോ, ആ ടൈമിലേക്ക് എങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും ആരും വന്നൊന്നും പറഞ്ഞില്ല. അതായത് നിങ്ങൾക്ക് സ്കൂൾ ഇത് കൂടി ഒന്നും മാനേജ് ചെയ്യാൻ പറ്റൂല, എൻട്രൻസ് എന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സ്കൂൾ എന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിൻ്റെ ഇടയിൽ എൻട്രൻസും കൂടി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ 10 പറഞ്ഞല്ലോ, 10 ഡിസിഷൻ എടുത്തു. +1 +2 നീറ്റ് നോക്കാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത്. ആ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ തന്നെ ചുറ്റുമുള്ള ഒരുപാട് പേര്, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ നെയ്ബേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും പറയടാ, ഒന്നാമത് നീറ്റ് എന്ന് പറഞ്ഞാൽ ടഫ് എക്സാമാണ്, അതിനോടൊപ്പം നിന്റെ ബോർഡൂടെ മാനേജ് ചെയ്ത് പോവുക, രണ്ടുകൂടെ നടക്കുന്നൊരു കാര്യമാണോ? പലരും പല രീതിയിലും ഡിമോട്ടിവേറ്റ് ചെയ്ത്, ഒരു കൊല്ലം നമുക്ക് ഇതിനു വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിൽ നമുക്ക് ചെയ്യാം. പാരൻസ് സപ്പോർട്ടീവ്? പേരൻസ് പറഞ്ഞ എൻ്റെ ഇഷ്ടം എന്താണ്, പേരൻസ് എന്താണ് നിന്റെ ഇഷ്ടം, നമ്മൾ കൂടെ കാണും, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അപ്പോൾ പേരൻസ് ഒഴികെ ബാക്കി എല്ലാവരും ഡിമോട്ടിവേറ്റഡ് ആയിരുന്നു, നമുക്കെതിരെ ഇതായിരുന്നു അങ്ങനെ. പക്ഷേ അവരതൊക്കെ പറഞ്ഞാൽ നമുക്കൊരു നല്ല രീതിയിലൊരു ആഗ്രഹം ഉണ്ടാക്കിയെടുത്തു, നമുക്കൊന്ന് കിട്ടി കാണിക്കണം എന്ന് പറയുന്ന ഒരു വാശി. ആ ഒരു വാശിയാണ് പിന്നീട് നമുക്കിങ്ങനെ ഒരു റിസൾട്ട് കിട്ടാൻ സാധിച്ചത് നമ്മളെ. അപ്പോൾ അത് കഴിഞ്ഞപ്പം ലൈക്ക് എങ്ങനെ ഡിസൈഡ് ചെയ്ത്, അതായത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് പോകണോ? അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ +1 തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സ്കൂള് വേറെ, കോച്ചിങ് വേറെ. അതായത് സൺഡേ സാറ്റർഡേ ഞാൻ കോച്ചിങ്ങിന് പോകും, മൺഡേ ടു ഫ്രൈഡേ സ്കൂൾ, ആ രീതിയിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തത്. ടോമിൻ്റെ കേസിൽ എങ്ങനെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ്? എന്നുവെച്ചാൽ ആക്ച്വലി ഞാൻ ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് സ്കൂളിൽ മാത്സും എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ച് ആയിരുന്നു. ഞാൻ മാത്സും ഫ്രഞ്ചും ഇംഗ്ലീഷും മാത്രമേ സ്കൂളുകാർ പഠിപ്പിക്കത്തുള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങളുടെ കോച്ചിങ് സെൻറ്ററുകാർ തന്നെയാണ് എന്നെ പഠിപ്പിച്ചിരുന്നത് തന്നെ. അപ്പോൾ സ്കൂളിനെക്കാട്ടി ഉപരിയായിട്ട് ഞാൻ എൻട്രൻസിലായിരുന്നു പഠിക്കുന്നതെല്ലാം. എൻട്രൻസുകാർ പഠിപ്പിക്കുന്ന ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അതൊക്കെ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. മാത്സ് ഒരു ചെറിയ രീതിയിൽ സ്കൂളുകാർ പഠിപ്പിച്ചിരുന്നു, അങ്ങനെ ഞാൻ പഠിച്ചത്. ലൈക്ക് ആ ഒരു ചോദ്യത്തിനോട് എന്താണ് പറയാനുള്ളത്? അതായത് ബോർഡും സ്കൂളും, അതായത് ഈ സ്കൂളും അതേപോലെ തന്നെ എൻട്രൻസും മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യനോട് എങ്ങനെയാണ്? ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത്, നിങ്ങൾ ഏത് ഇതായിക്കോട്ടെ, നിങ്ങൾ +1 +2 ആയിക്കോട്ടെ, ഏതൊരു ഇതേ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പഠിച്ച് നേടാൻ ആഗ്രഹമുണ്ട്, ഈ അറ്റംപ്റ്റ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇടുക. നിങ്ങൾ സ്കൂളാണെങ്കിൽ ഡസൻ മാറ്റർ, നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യും, അത് ഏത് രീതിയിലാണെങ്കിലും. +1 +2 ആയിരുന്നപ്പോഴും അത് തന്നെ, പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി സമയം കണ്ടെത്തി, ബോർഡിന് വേണ്ടിയും ഇതിന് വേണ്ടിയും. അതുകൊണ്ട് ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതാ താല്പര്യം, യു ഡു ഇറ്റ്. സോ ഇപ്പോൾ ഈ സ്കൂളും എൻട്രൻസും കൂടിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ടൈമിൽ എങ്ങനെയായിരുന്നു സ്കോറൊക്കെ ഉണ്ടായിരുന്നത്? ഓണസ്റ്റായിട്ട് പറഞ്ഞാൽ ഞാൻ +1 +2 കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ, പക്ഷേ ഞാൻ +1 നല്ല ഉഴപ്പായിരുന്നു. +1 ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും +1 നമ്മൾ ഇച്ചിരി ആ ഒരു അറിയാലോ, ആ ഒരു പ്രായത്തിൻ്റെ ഇതും നമുക്ക് ആ ഒരു ഇതാണ് എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്. ഒരുവിധം +1 +2 പഠിക്കുന്നവരിൽ +1 അധികം പേര് ഒരു പോയിന്റ് ഉഴപ്പും. ഇപ്പം ഞാനായാലും +1 എനിക്ക് ഓർമ്മയുണ്ട്, ആ ടൈമിൽ ഭയങ്കര ലാൻഡ് സ്ലൈഡോ ഒക്കെ നടക്കുന്ന ഒരു ടൈമില്ലായിരുന്നു കേരളത്തിൽ.
വെള്ളപ്പൊക്കെ ആയിട്ടുള്ള ഒരു ടൈമില്ലായിരുന്നോ? ആ ടൈമിലായിരുന്നു ഞാൻ ഈ +1 കോച്ചിങ്ങിന് പോകുന്നത്. അവസാനം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും സ്കൂളും ഒക്കെ പൂട്ടി നല്ല ലീവ് കിട്ടുന്ന ഒരു ടൈമായി. ഞാൻ നല്ല രീതിക്ക് ഉഴപ്പിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് +2ലാണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് പഠിച്ചെടുത്തത്. ഇപ്പൊ ടോമിന്റെ കേസിൽ എങ്ങനെയാ അത്? എന്നുവെച്ചാൽ +1 നമുക്ക് ആ തുടക്കം കയറിയ സമയത്ത് നീറ്റ് ആ ഒരു ആഗ്രഹത്തിൽ ഭയങ്കര പഠിത്തമായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരു കൂട്ടും സെറ്റും പരിപാടിയും, ഞാൻ ഇച്ചിരി സത്യം ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഇച്ചിരി മാറിയിരുന്നു, നമ്മുടെ ആ ഒരു ട്രാക്കിൽ നിന്ന് മാറിയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ആലോചിക്കാൻ തുടങ്ങി. ഒരു +1 ലാസ്റ്റൊക്കെ ആയപ്പോൾ നമ്മുടെ മറ്റേ പ്യൂരിഫിക്കേഷൻ ഒക്കെ എത്തിയില്ലേ, അവിടെ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ തന്നെ ആലോചിച്ച് തുടങ്ങി, ഇനി ഒരു 1.5 കൊല്ലം കഴിഞ്ഞാൽ നീറ്റാ, ഞാൻ അവിടെ ചെന്ന് എന്ത് ചെയ്യും? ആ ഒരു പേപ്പറിന് മുമ്പ് ഇരിക്കുമ്പോൾ എനിക്കൊന്നും എഴുതാൻ പറ്റത്തില്ല, എനിക്ക് മനസ്സിലായി. അപ്പം തനിയെ എനിക്ക് റിയലൈസേഷൻ ഉണ്ടായി, ഇനി എന്തെങ്കിലും ചെയ്തില്ലേ നടക്കൂല, കാര്യം നടക്കൂല. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അങ്ങ് പഠിച്ചു തുടങ്ങി. ഓക്കെ. അപ്പോൾ ഈ ബാക്ക്ലോഗ് എങ്ങനെ കൂടെ കവർ ചെയ്തു പോയത്? എന്നുവെച്ചാൽ അതാണ് ഞാൻ പറയുന്നത് വെച്ചാൽ നീറ്റ് എല്ലാവരും വേഗം ഒരു സ്പ്രിൻ്റാണ്. ഒരിക്കലും ഞാൻ പറയാം ഇറ്റ്സ് എൻ മാരത്തോൺ. നമുക്ക് തുടക്കം എല്ലാവരും നല്ല എഫേർട്ട് ഇടും, കാരണം ആഗ്രഹത്തിൻ്റെ പുറത്ത്. അവസാനം ടെൻഷൻ കാരണം എല്ലാവരും പഠിക്കും. പക്ഷെ ആ നടുക്കുള്ള സമയം നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നു, അത് ചെയ്യുന്നവനായിരിക്കും റാങ്ക് കിട്ടാൻ പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ നടുക്കിച്ചിരി ഉഴപ്പിന്നിരിക്കട്ടെ, പ്രശ്നം വരാൻ പോകുമ്പോൾ നിങ്ങൾ ഇച്ചിരി എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. ഒരു ദിവസം കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത്, അതോ അവസാനം ഇച്ചിരി ഇത് കഷ്ടപ്പെടുന്നതാണോ, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. പക്ഷേ ഐ വിൽ ഓൾവേസ് പ്രിഫർ കോൺസ്റ്റൻ്റ് ആയിട്ട് പോവുക, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ഡേ കുറവ് പഠിച്ച് എന്നാലും കുഴപ്പമില്ല, അത് പിറ്റേ ദിവസം കമ്പൻസേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കാം. ഒരു ഡേ പഠിക്കാതിരുന്ന് അങ്ങനെ കുറെ ദിവസം കൊണ്ടുപോയി പിന്നെ പെട്ടെന്ന് ബോധം വന്ന് പഠിച്ചിട്ട് അങ്ങനെ ഒരു കാര്യമില്ല. അതുതന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, അതിനൊരു സോഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ എൻ്റെ കേസിലൊക്കെ എനിക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്ത പറഞ്ഞാൽ എൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ നേരെ റേസിൻ്റെ ലൈബ്രറിയിൽ ഓടിയിട്ട് അവിടെ ഒരു 3 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ട് വീട്ടിൽ പോകുള്ളായിരുന്നു. ഇപ്പോൾ ടോമിൻ്റെ കേസിൽ എവിടെ നിന്നായിരുന്നു പഠിക്കുക? ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ കോവിഡിൻ്റെ ടൈമായിരുന്നു. അതുകൊണ്ട് +1 ഞാൻ ഹോസ്റ്റൽ സമയത്തായിരുന്നു. +2 ആയപ്പോൾ വീട്ടിലേക്ക് പോയി. +2 ആയപ്പോഴത്തേക്ക് നമുക്കൊരു മൂഡ് വന്നു. പക്ഷെ +1 അപ്പോൾ നമുക്ക് ഹോസ്റ്റലിലായിരിക്കുമ്പോൾ സ്റ്റഡി ടൈം ഉണ്ട് നമുക്ക്. അതുകൊണ്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുസ്തകത്തിന് മുമ്പിൽ നമ്മൾ ഇരുന്നേ പറ്റും. നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ അവരുടെ തന്നെ ഹോസ്റ്റലിലാണ് നിന്നത്. അപ്പോൾ അത് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു സംഭവം. അതുകൊണ്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുസ്തകത്തിന് മുമ്പിൽ നമ്മളിങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ പഠിക്കാൻ താല്പര്യം നമ്മൾ ചുമ്മാ ഇരിക്കും, പഠിക്കാൻ താല്പര്യമുണ്ടോ നമ്മൾ പഠിക്കും. പക്ഷെ പുസ്തകം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരു ടൈം അതിന് മാറ്റി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റും അപ്രോച്ച് ചെയ്ത്? എല്ലാ സബ്ജക്റ്റും ഒരേപോലെയാണ് പഠിച്ചത്? ഓക്കെ, ആ ഒരു കാര്യത്തിലുണ്ടല്ലോ, എനിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണല്ലോ. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു. എനിക്ക് ഫിസിക്സും മാത്സും ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം തൊട്ടേ. ഫിസിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി ഞാൻ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമായിരുന്നു. പക്ഷേ ഏറ്റവും ടൈം ഫോക്കസ് ചെയ്തിരുന്നത് ബയോളജിയിലായിരുന്നു. കാരണം ബയോളജി പഠിക്കാൻ ഇഷ്ടമാണെങ്കിലും നമുക്കറിയില്ല മാർക്സിൻ്റെ ഏറ്റവും വെയിറ്റേജ് ഉള്ളത് ബയോളജി ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ടൈമും ബയോളജിയിലേക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നിട്ട് ബയോളജി പഠിച്ച് മനസ്സ് കുറച്ച് അറിയാലോ, കുറച്ച് കഴിയുമ്പോൾ തലവേദന എടുക്കുമല്ലോ. അപ്പം ഞാൻ പാട്ടൊക്കെ ആയിട്ട് ഫിസിക്സിലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായിരുന്നു എൻ്റെ ഒരു അപ്രോച്ച്. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ വെച്ച് കെമിസ്ട്രിയും കൂടെ അപ്ലൈ ചെയ്യും. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കൂടെ എല്ലാത്തിൻ്റെ ഒരു മിക്സ് ആണല്ലോ. എന്നുവെച്ചാൽ ഫിസിക്കലുണ്ട്, ഇൻഓർഗാനിക് ഉണ്ട്, ഓർഗാനിക് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടെ ആകുമ്പോൾ അതെല്ലാം കൂടെ അങ്ങനെ ചെയ്ത്. അതുകൊണ്ട് ഞാൻ പറയും, ഞാൻ വെയിറ്റേജ് കൊടുക്കുകയാണെങ്കിൽ ബയോളജിക്കായിരുന്നു കൂടുതൽ ഞാൻ അപ്രോച്ച് ചെയ്തതിന് ടൈം കൺസ്യൂം ചെയ്യും. ഒരു ദിവസം ഒരു 2 മണിക്കൂറൊക്കെ ഞാൻ ക്ലാസ് ഉള്ള ദിവസങ്ങൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ബയോളജിക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നു സമയത്ത്. എങ്ങനെ NCERT മാത്രമാണോ പഠിച്ചത്? NCERT മാത്രം. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുറമേ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? എന്നുവെച്ചാൽ ഞങ്ങൾക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സ്ട്രാ, കാരണം വേറെ ഒരുപാട് എക്സാംസ് ഉണ്ടല്ലോ, KV, PY, അങ്ങനെയൊക്കെ ഒരുപാട് എക്സാംസ് ഇല്ലേ, അതിനൊക്കെ വേണ്ടി പഠിപ്പിച്ചിരുന്നു. കാരണം ഭയങ്കര വാസ്റ്റായിട്ട്. കുറച്ച് കഴിയുമ്പോൾ ആദ്യമൊക്കെ ഞാനും പഠിക്കാൻ ശ്രമിച്ചിരുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് NCERT-ലുള്ളതേ പഠിക്കാൻ സമയം കിട്ടുന്നില്ല. പിന്നെ ഇതും കൂടെ എങ്ങനെ രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോവാം. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ NCERT തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തുടങ്ങി. NCERT മാത്രം പഠിക്കാൻ തുടങ്ങി. ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കാൻ തുടങ്ങി. ഇപ്പോൾ ആനുവൽ കിണ്ടൊക്കെയാണ് നമ്മൾ അതേപടി പഠിക്കാനായി കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഓർഡർ ആക്കിയിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങി. അതായത് ടീച്ചേഴ്സ് പറയുന്ന സ്റ്റൈൽ നമ്മൾ ചെയ്തു. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഏത് പുസ്തകം നോക്കിയാണോ പഠിച്ചത് അത് ബയോളജിയിൽ NCERT ആയിരിക്കും, +1 and +2. അതാ എനിക്ക് നിങ്ങളുടെ അടുത്ത് എടുത്ത് പറയാനുള്ള ഒരു പോയിന്റാണ്. കാരണം ബയോളജിന്റെ കേസിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് 589 കിട്ടിയത്. ഒരു 10-20 മാർക്കിന്റെ ബേസിസിലാണ് പോകുന്നത്. ബയോളജി ഡയറക്റ്റ് വന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. കാരണം ബയോളജി ഞാൻ പുറത്തുനിന്ന് പഠിച്ചിട്ടുണ്ട്. ബയോളജി പുറത്തുനിന്ന് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണോ ചോദിച്ചാൽ നിങ്ങൾക്ക് NCERT അത്രയും തറുവാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ NCERT തറുവായി വരാൻ തന്നെ ഒരു ടൈം എടുക്കും. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങൾ പുറത്തും കൂടി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് റെഡി ആവൂല. ഓക്കെ, അപ്പൊ ഞാൻ പറയാ എപ്പോഴും നിങ്ങളുടെ NCERT സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഞാൻ എൻ്റെ റിപ്പീറ്റ് ഇയറിൽ NCERT മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആൻഡ് ഐ വാസ് ഏബിൾ ടു സ്കോർ ലൈക്ക് 355 out of 360. ടോമിന്റെ സ്കോർ 360 ആയിരുന്നു എൻ്റെ സമയത്ത് ബയോളജിക്ക്. പക്ഷെ നീറ്റിന്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും വിചാരിച്ചാൽ ഞാൻ സ്ട്രോങ് ഫിസിക്സിലായിരിക്കുന്ന. എനിക്ക് മെയിൻസിന് എനിക്ക് 99% ഉണ്ടായിരുന്നു ഫിസിക്സ്. എനിക്ക് നല്ല സ്ട്രോങ് പോയിന്റ് ആയിരുന്നു.
പക്ഷെ നീറ്റിൻ്റെ സമയം വന്നപ്പോൾ JEE ഒക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 97% മീൻസ് 97%. ഓക്കെ, അപ്പോൾ ഫിസിക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ നീറ്റിൻ്റെ സമയം വന്നപ്പോൾ ബയോളജി 1 മണിക്കൂർ ഞാൻ നല്ലതായിട്ട് തന്നെ എഴുതി, അടിപൊളിയായിട്ട് തന്നെ എഴുതി, എനിക്ക് പറ്റുന്ന രീതി. പക്ഷേ ഫിസിക്സിൻ്റെ സമയം വന്നപ്പോൾ എനിക്കത് കൃത്യമായിട്ട് എഴുതാൻ സാധിച്ചില്ല. അവിടെയാണ് ഞാൻ പിന്നീട് വന്ന ജൂനിയേഴ്സ് അടുത്ത് എല്ലാം പറയുന്നത് എക്സാംസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. എക്സാംസ് എഴുതി നമുക്ക് ആ ഒരു ടച്ച് കിട്ടത്തുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇതിൽ സ്ട്രോങ് ആയിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ കിട്ടുന്നത് നമുക്ക് എങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റൂല. നമുക്ക് ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ വീക്കായിട്ടുള്ളതായിരിക്കും ഏറ്റവും സിമ്പിളായിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾ സ്ട്രോങ് എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ടെൻസ്ഡ് ആവുമായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താലേ നമുക്ക് ആ നീറ്റിനെ ഒരു അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്ര പഠിച്ചില്ലെങ്കിലും മോക്ക് ടെസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ എത്ര നോളജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ ഒരു 3 hours നിങ്ങൾ ആ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, അത് നിങ്ങൾ തനിയെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് തന്നെയാണ് ആ ഒരു സംഭവം. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും പറയും ഡു ആസ് മച്ച് ആസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് യു ക്യാൻ. ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് പറയുന്ന ഒരു കാര്യമാണ്, അവർ ലൈക്ക് ആ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന 3 മണിക്കൂർ അത് എഴുതുന്നതിന് പകരം ആ ടൈമും കൂടി പഠിക്കാൻ നോക്കും. കാരണം അവർ മോക്ക് ടെസ്റ്റിന് പഠിച്ച് തീരുന്നില്ല എന്നുള്ള ഒരു എക്സ്ക്യൂസാണ് പറയുന്നത്. എന്താണ് അവരുടെ അടുത്ത് പറയാനുള്ളത്? എൻ്റെ കുഞ്ഞുമക്കളെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു +1 +2 പഠിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ ആഴ്ച ഒരു മോക്കൊക്കെ ചെയ്താൽ മതി, കുഴപ്പമില്ല. പക്ഷെ അവസാനത്തോടൊക്കെ അടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ സമയത്ത് പറയുകയാണെങ്കിൽ എല്ലാ മാസവും അവസാനത്തെ മാസം ഉണ്ടല്ലോ നീറ്റിൻ്റെ, എല്ലാ ദിവസവും നമ്മുടെ നീറ്റിൻ്റെ ടൈം ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴാണ് നമുക്ക് ഉച്ചയ്ക്കായിരുന്നു, ഉച്ച സമയം എനിക്ക് എൻ്റെ സ്റ്റഡി ടേബിൾ ഞാൻ എക്സാം എഴുതിയിരിക്കും എല്ലാ ദിവസവും മാസത്തിൻ്റെ അവസാനം. അതിന് മുമ്പ് ഞാൻ എക്സാം എഴുതിയിട്ടില്ലെന്നല്ല, ആഴ്ചയിൽ 1-2 എക്സാം ഞാൻ എഴുതിയിരുന്നു. അതിനുശേഷം നീറ്റിൻ്റെ ലാസ്റ്റ് ആയപ്പോൾ എല്ലാ സമയവും ഉച്ചയ്ക്ക് ആ ഒരു ടൈം ഞാൻ എൻ്റെ ടേബിളിൽ ഇതെൻ്റെ നീറ്റാണ്, ആ ഒരു രീതിയിൽ ഞാൻ ടൈം കൃത്യമായിട്ട് വെച്ച് ഞാൻ ഇരുന്ന് എഴുതുമായിരുന്നു. അത്ര ഫോക്കസ്ഡ് ആയിട്ട്. നിങ്ങൾ ചുമ്മാ എക്സാം എഴുതുന്നതിൽ യാതൊരു കാര്യമില്ല, ടൈം നോക്കുക. എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തെറ്റിയത്, എന്തുകൊണ്ട് തെറ്റി, അത് മനസ്സിലാക്കണം. വേറെ ആർക്കും ഇപ്പോൾ രാധിക ഇപ്പോൾ ഫിസിക്സ് വീക്കായിരിക്കും, ചിലപ്പോൾ കെമിസ്ട്രി വീക്കായിരിക്കും, പക്ഷെ അത് നോക്കിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. എനിക്ക് എൻ്റെ വീക്ക്നെസ് മനസ്സിലാക്കണം. എൻ്റെ വീക്ക്നെസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കണേ ഞാൻ മോക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതാണ് നമ്പർ 1. ബോദർ അബൌട്ട് യുവർ സെൽഫ്. കയറിയിട്ട് മാർക്ക് വെച്ച് കമ്പയർ ചെയ്ത് മാർക്ക് കൂടുന്നില്ല പറഞ്ഞ എക്സാം എഴുതാതെ നിൽക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ഉണ്ടാവും. അതിപ്പോൾ ലൈക്ക് മോക്ക് ടെസ്റ്റ് ആയാലും ശരി. ആൻഡ് ഓൾസോ ലൈക്ക് മോക്ക് ടെസ്റ്റിന് കുറവാ വിചാരിച്ചിട്ട് നീറ്റിന് കുറവാ എന്നുള്ളതൊന്നും ആരും ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ഒരു 500-600 ഒക്കെ ആയിരുന്നു കിട്ടിയിരുന്നത്. 20,000 സ്റ്റുഡൻസ് ഒക്കെ എഴുതുമ്പോൾ. അപ്പം ഞാനും വിചാരിച്ചു ഓക്കെ എൻ്റെ കേരള റാങ്ക് അത്ര ആയിരിക്കുന്നു. പക്ഷെ വന്നപ്പോൾ എനിക്ക് 360 അടുപ്പിച്ച് കിട്ടി. അതായത് 1 lakh പേര് എഴുതിയപ്പോൾ എനിക്ക് ഇത്രയും കിട്ടി. 20,000 എനിക്ക് 500 കിട്ടിയിരുന്ന സമയത്ത് എനിക്ക് 1,00,000 പേര് എഴുതിയപ്പോൾ എനിക്ക് ഇത്രയും കിട്ടി. അതുകൊണ്ട് ഒരിക്കലും അതിനൊന്നും വെച്ച് നിങ്ങളുടെ എപ്പോഴത്തെ എയിം എന്ന് വെച്ചാൽ എന്നെ ഡെവലപ്പ് ചെയ്യുക, ബാക്കിയുള്ള കുട്ടികളുടെ നമ്മളെ ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ വീക്ക് പോയിന്റ്സ് മനസ്സിലാക്കുക, അത് നമ്മൾ മാക്സിമം ഇതാക്കാൻ നോക്കുക, പക്കയാക്കാൻ നോക്കുക. ടൈം ആക്ച്വലി അത് പലരും പല കാര്യങ്ങൾ പറയും. എൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഞാൻ പക്കയായിട്ട് ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഒരു കൃത്യമായിട്ടൊരു ദിവസം ഇന്ന സമയത്ത് വേക്കപ്പ് എണീക്കും, ഇന്ന സമയത്ത് അതെനിക്കൊരു ഹോസ്റ്റലിൽ ഞാൻ ഡെവലപ്പ് ചെയ്തായിരിക്കും. +1 ഞാൻ +2 വീട്ടിൽ കോവിഡ് ആയിരുന്ന സമയത്ത് അറിയാമല്ലോ എല്ലാവരും ഞങ്ങൾക്ക് ടൈം ഫിക്സ്ഡ്, ഈ ടൈമിന് എഴുന്നേക്കണം. ഞങ്ങൾക്ക് ഹോസ്റ്റലിലായിരുന്ന സമയത്ത് 6 o'clock എന്നൊരു ടൈം ഉണ്ടെങ്കിൽ ബെഡിൽ പിന്നെ ആരും കണ്ടുകൂടാ. നിങ്ങൾക്കിപ്പോൾ ലേറ്റ് ആയിട്ട് പഠിക്കുന്നതാണോ അത് ശരിക്കും പറഞ്ഞാൽ മോശം സിസ്റ്റമാണ്. കാരണം പീപ്പിൾ ആർ ഡിഫറെൻറ്റ്. ചിലർ മോർണിംഗ് ബേർഡ്സ് ആയിരിക്കും, ചിലപ്പോൾ രാത്രി. പക്ഷേ അവരൊരു കൃത്യമായിട്ടൊരു ടൈമുണ്ട്. ഇന്ന സമയത്ത് നിങ്ങൾ എണീക്കുക, ഇന്ന സമയം വരെ നിങ്ങൾ പഠിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, സ്കൂളിൽ പോവുക, തിരിച്ചു വരിക, ചായ കുടിക്കുക, കിടക്കുക. ഒരു റോബോട്ടുള്ള രീതിയിലായിരിക്കും നമ്മളെ കാണുക. നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുമായിരിക്കും നമുക്ക്. പക്ഷേ ഒരു കണക്കിന് നമ്മൾ പക്കാ സിസ്റ്റമാറ്റിക് ആയിരിക്കും. ഇൻവെസ്റ്റ് 1 year സംഭവം ശരിയാ, ഇച്ചിരി ടഫ് തന്നെ. പക്ഷെ 1 year നിങ്ങൾ അതിലും ഭയങ്കര കോളേജ് റൂട്ടീൻ എന്താണ്? 10 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റിട്ട് വരും. കോളേജ് റൂട്ടീൻ ചോദിക്കല് ഹോസ്റ്റലേഴ്സ് അവസ്ഥയാണ്. ഞാൻ ഡേ സ്കോളർ ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 1/2 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റാലും എനിക്ക് കോളേജിൽ എത്താൻ പറ്റുള്ളൂ. ആ ഒരു ഇത് കാരണമാണ് ഞാൻ അത്രയെങ്കിലും എഴുന്നേക്കുന്നത്. ഇവരൊക്കെ 10-20 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റിട്ടുണ്ടാവും കോളേജിലേക്ക് ഓടുന്നത്. ഞാൻ ഹോസ്റ്റലിലേക്ക് ദിവസം അങ്ങനെ ആലോചിക്കും, ഇവർക്ക് ഇത്ര നേരത്തെ എഴുന്നേക്കേണ്ട ആവശ്യമില്ല. അതാ ഞാൻ പറയുന്നത്, നിങ്ങളൊരു 1 year നിങ്ങൾ കഷ്ടപ്പെടും, നിങ്ങൾ റൂട്ടീനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ കോളേജ് ഉണ്ട് നമുക്ക് അടിപൊളിയാക്കാം, സെറ്റപ്പാക്കാം നമുക്ക് ശരിക്കും. നീറ്റിന്റെ ആ ഒരു 3 hours ഡിവിഷൻ എങ്ങനെയായിരുന്നു? നീറ്റിന്റെ 3 hours ഡിവിഷൻ ഓക്കെ. ഞാൻ ആദ്യം തന്നെ 1 hour ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 50 minutes ബയോളജി തീർക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ പോയിരുന്നത്. ഞാൻ മോക്ക് ടെക്സ്റ്റ് എഴുതിയിരുന്നപ്പോഴും അങ്ങനെയായിരുന്നു, ഞാൻ ക്വിക്കായിട്ട് ചെയ്ത് പോകണം. പക്ഷെ നീറ്റിന് അന്നായിരുന്നപ്പോൾ ഒരു 1 hour ഞാൻ ബയോളജിക്ക് സ്പെൻഡ് ചെയ്തു പോയി. ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബയോളജി നല്ല പക്കയായിട്ട് ഫോക്കസ് ചെയ്ത് തന്നെ എഴുതിയത്. പക്ഷെ ബയോളജി ചെയ്തതിന് ശേഷം എൻ്റെ തല എന്തോ എനിക്ക് കാര്യമായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചുറ്റും നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. ഇവിടെ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ ഇങ്ങനെ ഇരിക്കുക, എക്സാം ഹാളിൽ എന്ത് ചെയ്യും, ഒന്നും വായിക്കാനും പറ്റുന്നില്ല, ഒന്നും ടെൻഷൻ എന്താണെന്ന് അറിയത്തില്ല, തല അങ്ങോട്ട് പ്രോസസ്സ് ചെയ്യുന്നില്ല. ഞാൻ അവസാനം 5 minute ഞാൻ തള്ളുമല്ലോ കേട്ടോ, ശരിക്കും പറയാം 5 minute ഞാൻ പുറത്ത് നോക്കിയിരിക്കുമായിരുന്നു.
തനിക്ക് മനസ്സിലാവൂല്ലോ നീറ്റിൻ്റെ 1 മിനിറ്റിലെ വാല്യൂ. ഞാൻ 5 മിനിറ്റ് ഇങ്ങനെ പുറത്ത് നോക്കിയിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കുക +1 +2 എന്തൊക്കെ കാണിച്ചു, എന്തൊക്കെ പഠിച്ചേ, ഇങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നിട്ട് അവസാനം എനിക്ക് ഉള്ളിലൊരു മോട്ടിവേഷൻ വന്ന് എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് കഷ്ടപ്പെടാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ കഷ്ടപ്പെട്ടു. എനിക്ക് 1 മിനിറ്റ് പോലും എനിക്ക് എക്സ്ട്രാ ഇത് കഷ്ടപ്പെടാൻ പറ്റൂല. അവിടുന്ന് ചെറിയ റീബിൽഡ് ചെയ്ത് ഞാൻ പിന്നെ കെമിസ്ട്രിക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കെമിസ്ട്രി. പക്ഷേ ഞാൻ പറഞ്ഞില്ല ടൈമിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു കെമിസ്ട്രി. അപ്പോൾ അതുകൊണ്ട് ഫിസിക്സ് ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് ഇങ്ങനെ മിക്കതും ഞാൻ സോൾവ് ചെയ്യില്ല, ഇങ്ങനെ മനസ്സിൽ കൂട്ടി പോയായിരുന്നു. അതിൻ്റെ ഒരുപാട് മിസ്റ്റേക്സ് എനിക്ക് റിഫ്ലക്ട് ചെയ്യാൻ സഹായിച്ചു. എനിക്ക് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാനുള്ള ദയവ് ചെയ്ത് നിങ്ങൾ ബയോളജി ഇത്ര മിനിറ്റ്, കെമിസ്ട്രി ഇത്ര മിനിറ്റ് പറയുന്നത് കേട്ട് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക, സ്വന്തമായിട്ട് ചെയ്യുക. അതാണ് അടുത്ത പറയാനുള്ളത്. ലൈക്ക് നീ ഏത് പാറ്റേണിൽ അറ്റൻഡ് ചെയ്ത് പോയത്? എൻ്റെ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബയോളജി ഒരു 50 മിനിറ്റ്സ്. എൻ്റെ പാറ്റേൺ ബയോളജി ഫസ്റ്റ്, ബയോളജി കെമിസ്ട്രി ഫിസിക്സ്, ആ ഒരു അപ്രോച്ചിലായിരുന്നു ഞാൻ ചെയ്തത്. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നേരെ ഓപ്പോസിറ്റ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരാള് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് എഴുതിയാലേ അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി എഴുതിയാലേ നീറ്റ് കിട്ടുമെന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഇവൻ പറഞ്ഞ ഇതിലാണ് എഴുതിയത്, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല നീറ്റ്. ഓക്കെ, അപ്പൊ എന്താ നിങ്ങൾക്ക് വർക്ക് ആവുന്നത്? ഇത് മോക്ക് ടെസ്റ്റ് വഴി എഴുതി കണ്ടുപിടിക്കണം നിങ്ങൾക്ക് എന്താ വർക്ക് ആവുന്നത്. ആ പാറ്റേൺ വെച്ചിട്ട് വേണം എക്സാം എഴുതാൻ. ഈ ടൈം ഡിവിഷൻ ആയാലും ഏകദേശം ഒരു ധാരണ വരണം. ബയോളജി എത്ര ടൈം ആകുമ്പോഴേക്ക് തീർക്കണം, കെമിസ്ട്രി എത്ര മണിയാകുമ്പോഴേക്ക് തീർക്കണം. അല്ലെങ്കിൽ അവർ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും 1 മണിക്കൂറേ ബാക്കിയുള്ളൂ, 1/2 മണിക്കൂറേ ബാക്കിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നെഞ്ചിടിക്കാൻ തുടങ്ങും. അതാ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക. ഇനി മെയിൻ ക്വസ്റ്റ്യൻ, എങ്ങനെയാ ഇത് റിവൈസ് ചെയ്യുക? എല്ലാവരുടെയും റിവിഷൻ നമുക്ക് പല രീതിയിൽ ചെയ്യും. ഇപ്പോൾ എല്ലാ എക്സാംസിനും നമ്മളിപ്പോൾ നെറ്റ് അടിച്ച് നോക്കുവാണെങ്കിലും ഒക്കെ കാണാൻ സാധിക്കും. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് പാസീവായിട്ട് റീഡ് ചെയ്ത് പോവാം. നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഒക്കെ ഇന്ന 5 ദിവസം NCERT വാങ്ങിക്കും, 5 ദിവസം NCERT വാങ്ങിക്കും. ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾക്ക് അവരൊരു പാറ്റേൺ വെക്കും. ഇന്ന ആഴ്ച ഇന്ന എക്സാമാണ്, ഇന്ന ചാപ്റ്റേഴ്സാണ്, യൂണിറ്റ് വൈസ് ആയിട്ട് നമുക്കൊരു 10 യൂണിറ്റ്സ് ആയിട്ട് നീറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് ആദ്യം ഒരു 3 യൂണിറ്റ്, പിന്നെ 3 കൂടെ കമ്പൈൻഡ്, അങ്ങനെ ഒരു ക്യുമുലേറ്റീവ് അപ്രോച്ച് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ മോഡൽ എക്സാം എനിക്ക് പക്കയാക്കുക. ആ ചാപ്റ്റേഴ്സ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ റിവൈസ് ചെയ്യും. അതുകൊണ്ട് ഞാൻ അങ്ങനെ എഫേർട്ട് ഇട്ടിട്ടില്ല ഇങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്ലാന് അങ്ങോട്ടേക്ക് ഫോളോ ചെയ്യുക, അതേ ഉള്ളൂ. വേറെ ഒരു ടൈം ടേബിൾ ഒന്നും അവിടെ ഉണ്ടാക്കാനില്ല. എന്താണോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സാം ഇടുന്നത് അതിനനുസരിച്ച് റിവൈസ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാം എഴുതുമ്പോൾ നമ്മളുടെ ആ ഒരു ഇതും നമുക്കിനി എത്രത്തോളം ഈ ഒരു യൂണിറ്റ് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു മനസ്സിലാവും. യൂണിറ്റ് 1 ഞാൻ പക്കയാണ്, ചിലപ്പോൾ യൂണിറ്റ് 3 ഞാൻ മോശമായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ടൈം ഞാൻ യൂണിറ്റ് 3ക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യും. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു അപ്രോച്ച്, റിവൈസിങ്ങിൻ്റെ അപ്രോച്ച്. പിന്നെ അറിയാലോ ബയോളജി തെറ്റിപ്പോകുന്ന ക്വസ്റ്റനൊക്കെ ഞാൻ NCERTയുടെ സൈഡിൽ തന്നെ എഴുതി വെക്കും. അപ്പോൾ പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ മറക്കത്തില്ല. അതാണ് എപ്പോഴും പറയുന്നത്, നമുക്കൊരു ക്വസ്റ്റ്യൻ ശരിയാക്കി എന്ന് പറഞ്ഞാൽ ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളൊരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവിതത്തിൽ മറക്കൂല ആ ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഞാൻ എഴുതിയ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ സൈഡിൽ എഴുതി വെക്കും. അങ്ങനെ ഓർത്ത് എടുത്തെടുത്താണ് ആ ഒരു റിവൈസ് അപ്രോച്ച് എത്തിയത്. ഓക്കെ, അപ്പോൾ ഒരു ചാപ്റ്ററിന് എത്ര ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്? അത് ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഒരു 200-300 ആ ഒരു റേഞ്ച്. ഞാൻ എൻ്റെ ഫസ്റ്റ് അറിയത്തില്ല എത്രയോ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ അറിയാമല്ലോ, ഇത് തന്നെ പരിപാടി പഠിക്കുക ചെയ്യുക. ഞാനും മിനിമം അപ്രോച്ച് ആട്ടോ പറഞ്ഞു 200-300, ചിലപ്പോൾ അതിലും കൂടുതൽ ചെയ്ത് കാണും. അറിയത്തില്ല കൃത്യമായിട്ട് എത്രയെന്ന് വെച്ചാൽ. പ്രീവിയസ് ഇയർ പക്കയാക്കുക, പിന്നെ അങ്ങോട്ടേക്ക് ബാക്കി എൻട്രൻസിൻ്റെ മൊഡ്യൂൾസ്, പിന്നെ NCERTയുടെ പുറത്തെ ക്വസ്റ്റ്യൻസ് അതൊക്കെ ചെയ്യുക, പക്കയാക്കുക. മെയിൻ എംഫസിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ JEE അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക്, കാരണം ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസേ ആയിരിക്കത്തില്ല നീറ്റ്. JEE മെയിൻസ് ഞാൻ ചെയ്തിരുന്നു കേട്ടോ. JEE മെയിൻസ് ഞാൻ പക്ക ചെയ്തത്, കാരണം JEE മെയിൻസ് ഒക്കെ ചെയ്യുമ്പോൾ പക്ക നമുക്ക് കോൺസെപ്റ്റ് അടിപൊളിയാവും നമുക്ക്. കാരണം നീറ്റിന് ഇച്ചിരി ഡയറക്റ്റ് ഫോമുലാസ് വരുന്നുണ്ട്, JEE മെയിൻസ് ഇച്ചിരി അവർ ആപ്ലിക്കേഷൻ ചെയ്യും. അപ്പോൾ JEE മെയിൻസ് പിന്നെ ഞാൻ പ്രിഫർ ചെയ്യും. അഡ്വാൻസ് ഒന്നും അത്രയ്ക്ക് ആവശ്യകത ഇല്ല നമുക്ക്. അതുകൊണ്ട് നീറ്റ് പ്രീവിയസ് ഇയർ എന്തായാലും ചെയ്യുക. ഇപ്പോൾ ഒരു 2-3 മന്ത്സേ ഉള്ളൂ നീറ്റിന് പഠിക്കുക, അല്ലെങ്കിൽ ഒരു 1 മന്ത് ഒക്കെ ഉള്ളൂ ഒരു സ്റ്റുഡന്റിന്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടേ ഇല്ല, അപ്പൊ നീ എന്താ അപ്രോച്ച് പറഞ്ഞു കൊടുക്കുക? ഞാൻ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ്സ് ഒക്കെ ഇച്ചിരി അറിയാമെങ്കിൽ എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് സോൾവ് ചെയ്യാം. ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻസ് വെച്ച് സോൾവ് ചെയ്യും. നിങ്ങൾ അപ്പം ലൈക്ക് മെയിൻസ് എടുത്തിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നീറ്റ് എടുക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം ഇരിക്കാൻ നോക്കുക, എന്നിട്ട് കാലം നീട്ടുക എന്നുള്ള അവസ്ഥയാണ്. അപ്പം മെയിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരുമാതിരി ഒരു വല്ലാത്ത അവസ്ഥയായി പോകും. പക്ഷെ നിങ്ങൾ അങ്ങനത്തെ സമയങ്ങളിൽ പ്രീവിയസ് ഇയർ നീറ്റ് തന്നെ സ്റ്റിക്ക് ചെയ്യുക. ടൈം ഉണ്ടെങ്കിൽ മെയിൻസും കൂടി ഇച്ചിരി കൂടെ ഒക്കെ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നീറ്റിനെ കുറിച്ച് ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് MBBS റിലേറ്റഡ് ആയിട്ടുള്ള ആ ജേർണി കുറിച്ചും അതിൻ്റെ ഓരോ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് CMC ചൂസ് ചെയ്തത്? കൊല്ലത്ത് നല്ല കോളേജ് ഒന്നും ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ
ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഞാൻ പോകുമ്പോൾ ആളുകൾ ചോദിക്കും മോനെ എന്തേ ട്രിവാൻഡ്രം കിട്ടിയില്ലെന്ന് ചോദിക്കാം. കാരണം ഞങ്ങളുടെ അവിടത്തേക്ക് എല്ലാവർക്കും നമ്മളൊക്കെ ചെറുപ്പമായിരുന്ന സമയത്ത് ഇപ്പോൾ ഈ കോഴിക്കോട് നമുക്കിപ്പോൾ ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ എല്ലാം പറയാം ഈ മോനെ മെഡിക്കൽ കോളേജിലോട്ട് ഉണ്ട്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ട്. നമ്മുടെ എല്ലാവരും എൻ്റെ ഡ്രീം കോളേജും ട്രിവാൻഡ്രം ആയിരുന്നു. എൻ്റെ അമ്മയുടെയും ചേട്ടൻ ഞങ്ങളുടെ എല്ലാവരും കുടുംബക്കാരെല്ലാവരും. പക്ഷെ ഒറ്റ ഒരാൾക്ക് മാത്രം അതിലൊരു മാറ്റം ഉണ്ടായിരുന്നു. ആർക്കായിരുന്നു? എൻ്റെ അപ്പന്. അപ്പൻ ഒറ്റ കോഴിക്കോട് വന്നിട്ടുള്ളൂ. ഞാൻ ജീവിതത്തിൽ കോഴിക്കോട് വന്നിട്ടില്ല ഈ ഒരു മെഡിക്കൽ കോളേജ് അല്ലാതെ. അപ്പം അപ്പം പറഞ്ഞിട്ട് ഒരു ചേഞ്ച് ആക്കുക, എന്തായാലും നിൻ്റെ ഒരു ടീനേജ് ടൈം ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. എന്തായാലും നമുക്ക് കൊല്ലം ട്രിവാൻഡ്രം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങൾ തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. കൂൾ ഡാഡ് ആണ് അത് ആദ്യം പറയാം. എന്റെ അച്ഛൻ ആദ്യം തന്നെ നീറ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നോക്കിയത് ഗേൾസ് മെഡിക്കൽ കോളേജസ് ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ളത്. പിന്നെ അച്ഛന് മനസ്സിലായി നോർത്ത് ഇന്ത്യയിലേ ഉള്ളൂ, അവിടെയൊക്കെ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞൊരു ഐഡിയയിലേക്ക് തന്നെ വരും. പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസിഷൻസ്. ഞാൻ എപ്പോഴും അപ്പൻ്റെ അടുത്ത് നന്ദി പറയുന്നൊരു സംഭവമാണ്. അവർ കോഴിക്കോട് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴും അപ്പ നല്ല നന്ദിയുണ്ട്. അതുകൊണ്ട് അതങ്ങനെയാണ് കാലിക്കറ്റിലോട്ട് വന്നത്. ഇങ്ങനെ ലൈക്ക് എയിംസിൽ പോകണമെന്നോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനൊന്നും ആഗ്രഹമില്ല. ഞാൻ പറഞ്ഞില്ല നാട്ടിലൊരു മെഡിക്കൽ കോളേജ് അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് ഏത് മെഡിക്കൽ കോളേജ് ആണെങ്കിലും കുഴപ്പമില്ല, ട്രിവാൻഡ്രം ആണെങ്കിൽ അടിപൊളി. ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. കോഴിക്കോട് അങ്ങനെ പോയി. ഈ എയിംസ് ലൈക്ക് എല്ലാവരുടെയും ഒരു ഡ്രീമാണ്, നീറ്റ് ആസ്പിറൻസിന്റെ ഒരു ഡ്രീമാണ്. ഞാൻ അത് കൺസിഡർ ചെയ്തിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് എയിംസ് ചൂസ് ചെയ്തില്ല? ലൈക്ക് നിനക്ക് തോന്നുന്നുണ്ട് ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ച് വന്നേനെ എന്നുള്ളത്? അത് ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ നാട്ടുകാരെ കണ്ട് ഇച്ചിരിയൊക്കെ സംസാരിച്ച് അവരൊക്കെ വെച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ കുറച്ച് മലയാളികളായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് നമ്മുടെ മെഡിക്കൽ അതാണ് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ എയിംസ് ഭോപ്പാൽ ആദ്യം എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഫുഡ്, പിന്നെ ഇത് വൈബ്, അത് ആളുകളുടെ അടുത്ത് നിങ്ങളുടെ ഒരു ഇതനുസരിച്ചിരിക്കും, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് എക്സ്പ്ലോർ പുറത്തൊരു സ്ഥലത്ത് പോയി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. അപ്പൊ ലൈക്ക് ഇൻഡിവിജ്വൽ താല്പര്യങ്ങൾ നോക്കിയിട്ട് വേണം ഒരു കോളേജ്. അതേപോലെ ക്ലിനിക്കൽ എക്സ്പോഷർ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നല്ലോണം അന്വേഷിക്കണം. അത് വേറൊരു കാര്യമാണ്. അത് നല്ലോണം അന്വേഷിക്കുക. അതായത് അവിടെ ഉള്ളവര് പഠിക്കുന്നവരെടുത്തോ അവരൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് വേണം അന്വേഷിക്കാൻ. ഞാനൊക്കെ ലൈക്ക് എൻ്റെ എയിംസ് ഭോപ്പാലിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ടിന്റെ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വിളിച്ച് ഇങ്ങനെ ഓരോന്ന് അന്വേഷിച്ച് പിന്നെ ആ ടൈമിൽ എനിക്ക് ഡോപ്പ് ചെയ്ത ഡയറക്ടേഴ്സിനെ അറിയായിരുന്നു. അപ്പം അവർ വഴിയും അവരൊക്കെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഗ്രാജുവേറ്റ്സ് ആണല്ലോ, അങ്ങനെ ഫുൾ അന്വേഷിച്ചിട്ടാണ് ലാസ്റ്റ് 1 വീക്കിലാണ് എയിംസ് ഭോപ്പാൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളിങ്ങനെ പേപ്പേഴ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് അവിടുന്ന് പ്രിൻസിപ്പൾ ചോദിക്കൂലേ ഇനി അപ്ഗ്രേഡേഷന് താല്പര്യം ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കാം, നോ പറയല്ലേ നോ. എന്റെ ഇതോട്ടെ നമ്മളിങ്ങനെ നീറ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ട്രിവാൻഡ്രം അവസാനം അപ്ലൈ ചെയ്യേണ്ട സമയം വന്നപ്പോൾ ട്രിവാൻഡ്രം ഇല്ല, ഫസ്റ്റ് കോഴിക്കോട്. അപ്പൊ ഞാനും അമ്മയൊക്കെ ആലോചിച്ചത് എന്താ പെട്ടെന്നുള്ളൊരു സ്റ്റേജ്, നമുക്കൊന്നും പറയാൻ പറ്റൂല കാര്യത്തിൽ. അതാ ഒരു സംഭവം. ഇപ്പൊ ലൈക്ക് നീ ഇപ്പം ഒരു മെഡിക്കോ എന്നുള്ള രീതിയിൽ നീറ്റ് ആസ്പിറന്റ് ആവുമ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. അതിനുശേഷം നമ്മളൊരു മെഡിക്കോ ആവുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാ വന്നിട്ടില്ല? നീ വിചാരിച്ച ചില സ്റ്റീരിയോ ടൈപ്സ് ഒക്കെ സംഭവം ശരിക്കും നമ്മള് കേൾക്കുന്ന സംഭവം തന്നെ MBBS ആകുമ്പോൾ ഒരുപാട് പഠിക്കാറുണ്ട്. സംഭവം ശരി തന്നെ, നല്ലോണം പഠിക്കാറുണ്ട് MBBSന്. പക്ഷെ അതിലുപരിയായിട്ടൊരു എന്താ പറയുന്നത്, നമുക്ക് ഇച്ചിരി ഒരു ഭയങ്കര രസമാണ് അത്. ഞാൻ എൻ്റെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ ശരിക്കും ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ പഠിക്കുന്ന സംഭവം അത് നിങ്ങൾ ഡേ ടു ഡേ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഫോറൻസിക്കിൻ്റെ യൂണിവേഴ്സിറ്റി ആയിരുന്നു അല്ലേ, നമ്മൾ ഫോറൻസിക്ക് പഠിക്കുന്ന ഓരോ ഒതളങ്ങ, എൻ്റെ വീടിനടുത്തുണ്ട് ഒതളങ്ങ, സെർബ്ര ഉടവളം നമ്മൾ പഠിച്ചില്ലേ, അതേ കൂട്ടുള്ള നമുക്ക് ഡേ ടു ഡേ കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ഏത് വിഷയമാണേലും നമ്മുടെ ഈ MBBSലുള്ള. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ചുറ്റും കാണുമ്പോൾ അത് ഭയങ്കര രസമാണ്. അത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും ഭയങ്കര രസമാണ് ആ സംഭവത്തിൽ. അതുകൊണ്ട് സ്റ്റീരിയോ ടൈപ്സ് ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് കാര്യമായിട്ട് ബാധിക്കുന്നില്ല. പക്ഷേ ഇതാണ്ട് സോഷ്യൽ ലൈഫ് ഉണ്ടോ അടിപൊളി മെഡിക്കോസിനെ അറിയുള്ളൂ. ഞാൻ മനസ്സിലാക്കിയതാണ്. ലൈക്ക് പുറത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇവർക്ക് ഒന്ന് ഫുൾ ടൈം പഠിച്ചു നടക്കാണ്. എക്സാം ടൈമിൽ ശരിയാണ് ഫുൾ ടൈം പഠിച്ചു നടക്കാണ്. ലൈക്ക് മെഡിക്കോസിനോട് നിങ്ങൾക്ക് ഒരു ആക്സസ് കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവുക. ഫോണിലും വിളിച്ചാൽ കിട്ടൂല, മെസ്സേജ് ചെയ്താലും കിട്ടൂല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാവുക. പക്ഷെ അതല്ലാത്ത ടൈമില് അടിപൊളി. ഞാൻ എല്ലാവരുടെ അടുത്തും പറയാം ഭയങ്കര ഭംഗിയാ സോഷ്യൽ ലൈഫ്. എനിക്ക് അങ്ങനെ ഒന്നും തോന്നില്ല, നല്ല അടിപൊളി. നമുക്ക് ഇവിടെ എല്ലാം ഫുഡ് കഴിക്കാൻ പോകുന്നത് മാത്രമല്ല, നമ്മുടെ എല്ലാം ഒരു എൻജോയ്മെന്റ് അതാണല്ലോ. നല്ല ഫുഡ് കഴിക്കുക, കോളേജിന്റെ സൈഡിലാണ് ഫുൾ ഫുഡ് ചെയിൻസ്, നമ്മളവിടെ ഫുള്ള് നൈറ്റ് ലൈഫ് നല്ല രസമാണ്. അങ്ങനെ അതൊരു സോഷ്യൽ ലൈഫ് ഇല്ലെന്നൊന്നും പറയലേ.
ഫെസ്റ്റ് ലൈക്ക് നമുക്കൊക്കെ ഫസ്റ്റ് ഇയറിൽ ഭയങ്കര താല്പര്യമായിരുന്നു പ്രോഗ്രാംസ് പോകാൻ. പിന്നെ DJ വെച്ച് ആരും വരൂല, കാരണം നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവും DJക്ക് പോയി തുള്ളിയിട്ട്. ആ രീതിയിൽ പരിപാടികൾ ഉണ്ടാവും. പിന്നെ അതേപോലെ കുറെ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ കലോത്സവം പോലെയൊക്കെ നമുക്ക് ഉണ്ടാവും. അതൊക്കെ ധാരാളം ഉണ്ടാവും. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞാൽ ക്യാമ്പ് ആയിരിക്കും, എന്താ ബാഡ്മിന്റൺ, വോളിബോൾ, കബഡി, അത് ഇത് ജിം എല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഞാനൊക്കെ ഡീന്റെ ടൈമിൽ എന്തൊക്കെയൊക്കെ എനിക്ക് താല്പര്യമുള്ളതൊക്കെ ഞാൻ ത്യജിച്ചിട്ടുണ്ടോ അതൊക്കെ എനിക്ക് ഇവിടെ ഡാൻസ് ആയാലും ഞാനൊന്നും സ്കൂളിൽ ഡാൻസിന്റെ പരിപാടിക്ക് നിന്നിട്ടില്ല. പക്ഷെ ഇവിടെ ക്ലാസ്സിൽ ഡാൻസർ ആണ്, ഫ്രഷേഴ്സ് തൊട്ടിട്ട് കളിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ലൈക്ക് അപ്പോൾ അതേപോലെ മോഡലിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ആയാലും ഒക്കെ എനിക്ക് കിട്ടുന്നത് കോളേജ് വഴിയാണ്. അപ്പോൾ ലൈക്ക് എല്ലാത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസും എക്സ്പോഷറും. ഇപ്പം ഈ വരുന്ന സൺഡേ ഒരു ഫിലിമിന്റെ വർക്ക്ഷോപ്പ് ഉണ്ട്. എങ്ങനെയാണ് എഡിറ്റിംഗ് കാര്യങ്ങൾ, ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ, അതൊക്കെ ഫ്രീ ആണ്. എക്സ്റേ വർക്ക്ഷോപ്സ് ഉണ്ടാവും. അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോ എമിനന്റ് പേഴ്സണാലിറ്റീസ് വന്ന് സംസാരിക്കുന്ന ഇത്, കൺസേർട്സ്, ഇങ്ങനെ എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒരിക്കലും സോഷ്യൽ ലൈഫ് ഇല്ലാന്നൊന്നും പറയല്ലേ, അതൊന്നും താങ്ങൂല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്പെഷ്യൽ ആയ ഒന്നാണ് അല്ലേ? ഞാനും ഇവന് പരിചയപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഫസ്റ്റ് ഇയർത്തെ ആ ഒരു ഫസ്റ്റ് വീക്ക് തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവൻ ലൈക്ക് ഹോസ്റ്റലല്ല നിൽക്കുന്നത്, പുറത്താണ് നിൽക്കുന്നത്. ഹോസ്റ്റലേഴ്സ് ഒക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ഉച്ചയാകുമ്പോഴേക്ക് ഹോസ്റ്റലത്തെ മെസ്സിലേക്കാണ് പോവാം. പക്ഷെ ഞാനിപ്പോൾ ഡേ സ്കോളർ, അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ കഫേയിലേക്ക് പോവും, അല്ലെങ്കിൽ ICH ഇന്ത്യൻ കോഫി ഹൗസ്. ഇവൻ അവിടുത്തെ സ്ഥിരം ആളാണ്, ഇന്ത്യൻ കോഫി ഹൗസ്. അവിടെ നിന്നാണ് ഞാൻ കാണുന്നത്, പരിചയപ്പെടുന്നത്. ഭാഷ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, ഭാഷ. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഇയറിന് ഒരു പ്രത്യേകത, നമ്മളിങ്ങനെ പഠിച്ചിരുന്നിട്ട് പിന്നെ ഇവിടുത്തെ സ്ട്രെങ്ത്തും 250 സ്റ്റുഡൻസ് അല്ലേ, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ രാധിക നമുക്കറിയാലോ, ഒരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി. അതുകൊണ്ട് ഒരു 250 ഡിഫറെൻറ്റ് ആളുകൾ. ഓരോരുത്തരുടെ ഒരു പഠിത്തം മാത്രമല്ല, അപ്പാർട്ട് ഫ്രം സ്റ്റഡീസ് അവരുടെ ഓരോ കാര്യങ്ങൾ, അവരുടെ പഠനമായിരിക്കും, അല്ല അവരുടെ പടംവരപ്പായിരിക്കും, അവരുടെ സംഗീതമായിരിക്കും, പല കാര്യങ്ങളും, ഓരോ കാര്യം. അത് ഭയങ്കര നമുക്ക് എന്താ പറയുക, ഭയങ്കര രസമാണ് ഫസ്റ്റ് ഇയർ. പ്രത്യേകിച്ച് നമ്മുടെ ഡിസെക്ഷൻ ഹാളൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. നമുക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഇത്രയും നാള് ഇങ്ങനെ വായിച്ചിട്ടൊക്കെ ഉള്ള ആ ഓർത്തെടുത്ത് നമുക്ക് ടൈം ഇല്ലായിരുന്നു. അവസാനം കോട്ട് നമ്മളെല്ലാരും കൊണ്ടുവന്ന് ക്ലാസ്സിലെ കുറെ പ്രൊഫസേഴ്സ് നിന്ന് നമ്മൾ പോകുന്ന ഒരു കോട്ടിടുന്ന് കാല് വീഴുന്നത് അതൊക്കെ. പക്ഷെ ഭയങ്കര ആ ഡിസെക്ഷൻ ഹാളൊക്കെ ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഡിസെക്ഷൻ ഹാൾ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ഫിലിം പോലെ എന്നാലും വൈബാണ്. ആലോചിക്കുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. ഫസ്റ്റ് ഇയർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആണ് നിങ്ങൾ. നമ്മളിപ്പോ ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ തന്നെ, ഇപ്പൊ കോളേജിലൊരു നാളെ ഒരു DJ ഉണ്ട് വിചാരിച്ചോ, അതിൽ 75% ഫസ്റ്റ് ഇയേഴ്സ് ആയിരിക്കും, ഒരു 5% ഫൈനൽ ഇയേഴ്സ് ഉണ്ടാവും, ബാക്കിയുള്ളത് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ മിക്സ്ഡ് ആയിരിക്കും. ഓക്കെ അപ്പോ ഞാൻ ഇപ്പൊ ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു അൺഫർഗറ്റബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഇപ്പൊ നമ്മൾ തേർഡ് ഇയർ കഴിഞ്ഞു, ഫൈനൽ ഇയറിലേക്ക് തുടങ്ങാൻ പോവാണ് നമ്മള്. അപ്പോ എന്താണ് ആ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്? ഒരു അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ അവിടുത്തെ എല്ലാ മെഡിക്കോസിനും എല്ലാ ദിവസവും ഒരു എക്സ്പീരിയൻസ് തന്നെ, ഓരോ പുതിയ പേഷ്യൻസ് വരുന്ന എല്ലാ ഒരു എക്സ്പീരിയൻസ് തന്നെ. പക്ഷേ എനിക്ക് ഒരെണ്ണം പിക്ക് ചെയ്ത് പറയാനാന്ന് പറയുവാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഈ ഒരു തേർഡ് ഇയേഴ്സിൻ്റെ എക്സാം ടൈമിൽ ഞാൻ നാട്ടിൽ പോയ സമയത്ത് പപ്പയ്ക്ക് ഒരു ചെറുതായിട്ടൊരു മുറിവ് നമ്മുടെ അടുത്തുള്ള ഒരു താലൂക്ക് ആശുപത്രിയിൽ പോയിണ്ടായി. ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാനായിട്ട് പോയതാണ്, സ്റ്റിച്ച് ഇടാൻ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ചുറ്റുമുള്ള മതിലുകളിലൊക്കെ നോക്കി. നമുക്ക് കമ്മ്യൂണിറ്റി ഫോറൻസിക് ആണല്ലോ ഞാൻ ആദ്യം വിചാരിക്കും പുസ്തകത്തിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ ഒരു പട്ടി ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഇഞ്ചക്ഷൻ എടുക്കണം, ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം, അങ്ങനത്തെ രീതികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ പഠിക്കുന്ന ഓരോ സാധനങ്ങളും ആ ചുമരുകളിലിരിക്കുന്ന ആശുപത്രിയുടെ. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സംഭവമുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ, നെക്സ്റ്റ് ഡേ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന സംഭവങ്ങൾ ഓരോ നമ്മളിനി അപ്ലൈ ചെയ്യാൻ പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ്, പപ്പയുടെ കൂടെ പോയപ്പോൾ ധൈര്യമായിട്ട് പപ്പ ഇത് ഇന്ന സംഭവം ഇന്ന കാര്യം, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നമ്മൾ ഇത്രയും നാളിങ്ങനെ ഡോക്ടേഴ്സ് ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന നമുക്ക് എന്തൊക്കെയോ എല്ലാം മനസ്സിലാവുന്നല്ല, എന്തൊക്കെയോ കാര്യങ്ങൾ കത്തുന്നുണ്ട്. അത് കിട്ടിയപ്പോൾ പപ്പയുടെ മുഖത്തുള്ളൊരു സന്തോഷമുണ്ട്. അത് ഭയങ്കര അത്ര നമുക്കറിയാം, എന്തൊക്കെ മനസ്സിലാവും നമുക്ക് സംഭവങ്ങൾ. നമുക്കൊരു സംഭവം കാണുമ്പോൾ എന്താണ് സംഭവം, ഇപ്പോൾ എന്താണ്, അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പപ്പയുടെ കൂടെ ആ ഒരു ആശുപത്രി പോയപ്പോൾ അത് ഭയങ്കര പാരൻസ് ഭയങ്കര പിന്നെ ഉറപ്പല്ലേ, അതിപ്പോൾ തൻ്റെ ആണെങ്കിലും നമ്മുടെ അവിടെ ഉള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെ എന്തായാലും പ്രൗഡായിരിക്കും, അവർ ഭയങ്കര പ്രൗഡായിരിക്കും. ഇപ്പോൾ കോളേജിൽ എത്തിയതിന് ശേഷം ടോം ഡെവലപ്പ് ചെയ്തൊരു ന്യൂ ഹോബി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഇപ്പോൾ ജിമ്മിൽ പോകാൻ തുടങ്ങിയതോ, ഇപ്പോൾ നീറ്റിന്റെ ടൈമിൽ ചെയ്യണം വിചാരിച്ചു പക്ഷെ പറ്റിയില്ല, ഇവിടെ വന്നതിന് ശേഷം ചെയ്യാൻ പറ്റി, അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ? ഒരു ഹോബി എനിക്ക് ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നീറ്റിന് ഞാൻ ഹോബീസ് ഒന്നും അങ്ങനെ ലെഫ്റ്റ് ഔട്ട് ചെയ്തിരുന്നില്ല.
എനിക്ക് കൂടെ കൊണ്ടുപോയി ആക്ച്വലി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു ബാഡ്മിൻ്റൺ. എനിക്ക് ബാഡ്മിൻ്റൺ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നെ എനിക്കറിയാം, എനിക്കിങ്ങനെ എല്ലാവരുടെ അടുത്തും കാണുന്നവരുടെ അടുത്തും ഒക്കെ സംസാരിക്കുക, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നീറ്റ് ഞാൻ എന്തൊക്കെ ഞാൻ നീറ്റിനെ ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് പഠിത്തം മാത്രമായിട്ട് ഇരുന്നൊരു വ്യക്തിയല്ല ഞാൻ. ഇച്ചിരൂടെ എൻ്റെ ബാക്കി കാര്യങ്ങളിലും എല്ലാം എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തത്. കാരണം എനിക്കങ്ങനെ പറ്റുമല്ലോ, പലരും ഞാൻ പറഞ്ഞല്ലോ വേറെ ടൈപ്പാണ്. എനിക്ക് എൻ്റെ ഒരു അപ്രോച്ച് എന്ന് വെച്ചാൽ എനിക്കെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് നീറ്റിന് ശേഷം കാര്യമായിട്ട് പുതിയൊരു ഹോബി എനിക്ക് ആലോചിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ജിമ്മിൽ കയറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതത്ര കോൺഫിഡൻ്റ് അല്ല. അതുകൊണ്ട് അതൊരു ഹോബിയായിട്ട് പറയാൻ പറ്റൂല നമുക്ക്. ബാക്കി കുഴപ്പമില്ല, മോട്ടിവേഷൻ വരുമ്പോൾ. നല്ല മന്തി. അടുത്തത് ലൈക്ക് എങ്ങനെയാണ് സ്ട്രെസ് മാനേജ് ചെയ്യുന്നത്? അതിപ്പോ നീറ്റിന്റെ ടൈമിലായാലും ശരി, അല്ലെങ്കിൽ MBBS ടൈമിലായാലും ശരി. ശരിക്കും നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടോ? എനിക്ക് ഇവന് സ്ട്രെസ് ഉണ്ട് എന്ന് തോന്നിയിട്ടില്ല. ഞാൻ കണ്ടെടുത്തോളം പറയാണ് കേട്ടോ. ഭയങ്കര കൂളായിട്ടുള്ള ഒരാളാണ്. ഞാൻ സ്ട്രെസ് വരുമ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, സ്ട്രെസ്സൊക്കെ വരും, എല്ലാവർക്കും മനുഷ്യരല്ലേ നമ്മളൊക്കെ. ഒരു പരിധി കഴിയുമ്പോൾ സ്ട്രെസ് വരുമല്ലോ. സ്ട്രെസ് വരുമ്പോൾ ഞാൻ ഏറ്റവും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും. ഞാൻ വയറേറെ ഭക്ഷണം കഴിക്കും. ഞാൻ ബർഗർ കഴിക്കും, ചിലപ്പോൾ മന്തി കഴിക്കും, ചിലപ്പോൾ ബിരിയാണി കഴിക്കും. ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ അല്ല, ഞാൻ വയറേറെ ഭക്ഷണം കഴിക്കും. കഴിച്ചായിട്ട് കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ മനസ്സിന് നല്ല സുഖം കിട്ടും. അപ്പോൾ എനിക്ക് ആ സ്ട്രെസ്സ് സാധാരണയായിട്ട് മാറും. പിന്നെ പറഞ്ഞല്ലോ, ഈ സ്ട്രെസ് ഉണ്ടാകുന്ന എപ്പോഴാണ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഒരു ടൈമിൽ ചെയ്യാത്തപ്പോൾ നമുക്ക് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാം. അതുകൊണ്ട് മാക്സിമം അങ്ങനത്തെ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കും. നേരത്തെ കാര്യങ്ങൾ ഇങ്ങനെ അതാ നമുക്ക് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതി ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര നമുക്കങ്ങനെ സ്ട്രെസ് ഉണ്ടാവില്ല കാര്യമായിട്ട്. അതുകൊണ്ട് മാക്സിമം അങ്ങനെയൊക്കെ ശ്രമിക്കും. നമുക്കൊരു റാപ്പിഡ് ഫയറിലേക്ക് പോകാം. റാപ്പിഡ് ഫയർ ഒക്കെ വെച്ചിട്ട് ആൻസർ ചെയ്ത് പോയാൽ മതി. ഓക്കെ. ഫേവറേറ്റ് സബ്ജക്ട് ഡ്യൂറിംഗ് നീറ്റ്? ഫിസിക്സ്. ലീസ്റ്റ് ഫേവറേറ്റ് സബ്ജക്ട്? കെമിസ്ട്രി. ഫേവറേറ്റ് സബ്ജക്ട് ഇൻ MBBS മെഡിസിൻ. ലീസ്റ്റ് ഫേവറേറ്റ്? ലീസ്റ്റ് ഫേവറേറ്റ് കമ്മ്യൂണിറ്റി മെഡിസിൻ. അതിന്റെ എക്സാം അതിന്റെ പുസ്തകം ഇത്രയും വലിയൊരു പുസ്തകം. അയ്യോ, അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ എങ്ങനെയാ പഠിച്ചെന്നാ പരീക്ഷയ്ക്ക്. ഞാൻ പേപ്പർ 1 1 മണിക്കൂർ ഉറങ്ങി. പേപ്പർ 2 നല്ലതായിട്ട് കിടന്നു ഉറങ്ങി. ഹൈയസ്റ്റ് മോക്ക് സ്കോർ നീറ്റിന്റെ ടൈമിന്റെ സ്കോർ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൈയസ്റ്റ് ഞാൻ ഒരു നോർത്ത് ഇന്ത്യൻ പേപ്പറാണ് ചെയ്തത്. എനിക്ക് അതിന് 720 എനിക്ക് തോന്നുന്നു 700 ഐ ഗസ്. 700 695 or 700 600 or 700. ലോവസ്റ്റ് മോക്ക് സ്കോർ? ലോവസ്റ്റ് നല്ല ലോ. ഞാൻ പറഞ്ഞ പ്ലസ് സമയത്തൊക്കെ എനിക്ക് പോയാലും 720 300 കിട്ടിക്കാണും. 300 കിട്ടിയിട്ടുണ്ട്. എപ്പോൾ കിട്ടിയത്? പ്ലസ് 1 ആണോ? പ്ലസ് 2 എനിക്ക് പ്ലസ് 2 ഒരു 550 530 ആ റേഞ്ച്. അപ്പൊ എത്ര ടൈമിന്റെ ഉള്ളിലാണ് ഇത് ചാടിക്കുന്നത്? ഒരു മോട്ടിവേഷൻ നമുക്ക് ആ പ്ലസ് 1 അവസാനമായപ്പോൾ ഒരു മോട്ടിവേഷൻ വന്നു. അതിൻ്റെ കൂടെ കോവിഡും വന്നു. വീട്ടിൽ ഇരുന്ന് ഒരു പരിപാടിയില്ല, അറിയാലോ. കാരണം കോവിഡ് ആകുമ്പോൾ നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. വീട്ടിലിരുന്നു, മുറിക്കകത്തിരുന്നു, പഠിത്തം. എനിക്ക് പറഞ്ഞ 2 to 3 months ചേഞ്ച് ആയിരിക്കും. 3 months വേറെ ഒന്നും ചെയ്തില്ല, വേറെ ഒന്നും എൻഗേജ് ആയില്ല. മോർണിംഗ് ബേർഡ് ആണോ നൈറ്റ് ഔൾ ആണോ? അല്ല, എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂല. ഞാൻ ഒരു 7 o'clock എണീറ്റ് പഠിക്കുന്ന ആളാണ്. രാത്രി ഒരു 10 മണി 11 മണി ആ സമയത്തേയും. എങ്ങനെയൊക്കെ പോയാലും എത്ര മണിക്കൂർ ഉറങ്ങും എക്സാമിന്റെ തലേന്ന്? എക്സാമിന്റെ തലേന്ന് ഒരു 7 hours, അല്ലാത്ത ഡെയിലി ബേസിസിലാണെങ്കിൽ ഒരു 8 hours ഉറങ്ങുന്ന ആളാണ്. Okay, which is harder, MBBS or NEET? അത് സംശയമുണ്ട്. MBBS തന്നെയാണ് പാട്. പക്ഷേ നീറ്റ് പഠിക്കുക എളുപ്പമാണ്. പക്ഷേ നീറ്റിൻ്റെ ഒരു എക്സാമിൻ്റെ ബ്യൂട്ടി ഉണ്ടല്ലോ, ആ ഒരു കോമ്പറ്റീഷൻ, അത് ഭയങ്കര. MBBS പഠിക്കാൻ നല്ല പാടാണ്, നീറ്റിനെക്കാട്ടി പാടാം. പക്ഷേ നീറ്റിൻ്റെ ഒരു കോമ്പറ്റീഷൻ, MBBS നമുക്ക് കോമ്പറ്റീഷൻ ഒന്നും ഇല്ലല്ലോ. ബോർഡ് എക്സാം ജസ്റ്റ് പോവുക, യൂണിവേഴ്സിറ്റി എഴുതി അറിയാലോ തനിക്ക് നമുക്ക് അവർ. പക്ഷേ നീറ്റിൻ്റെ ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, ഇച്ചിരി സാധനങ്ങളെ പഠിക്കാവുള്ളൂ നമുക്ക്. പക്ഷേ ഒരു സീറ്റ് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ പോയിരുന്നില്ലെങ്കിൽ പഠിക്കുന്ന വേറെ ആള് പോയിരിക്കും. പക്ഷെ MBBS പറഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ വന്ന് ഇപ്പൊ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും കൂടി എക്സാം എഴുതിയിട്ട് ഇരിക്കാൻ നോക്കുക. ഇതാണ് ഡിഫറൻസ്. ഭയങ്കര രസമുള്ള ഒരു എക്സാം അല്ലേ വെച്ചാൽ, ഒരുമാതിരി ഗെയിമുകൾ, എന്ത് കോമ്പറ്റീഷനാണ് സംഭവം. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കിട്ടി ഇപ്പോൾ വന്നത് അനുഗ്രഹം. അടിപൊളി. യോ ഗോ ടു സ്ട്രെസ് റിലീഫ് ഡ്യൂറിംഗ് എക്സാം. നേരത്തെ പറഞ്ഞോട്ടെ ഫുഡ്. ഓക്കെ, വൺ തിങ് യു ലവ് അബൌട്ട് MBBS? വൺ തിങ് ഞാൻ പറഞ്ഞല്ലോ, പേഷ്യൻസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ കിട്ടുന്ന, എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ പേഷ്യൻസിൻ്റെ അടുത്ത് നമുക്ക് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു പേഷ്യൻ്റ് ഒരു പേഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇത്രയും ആളുകളുള്ളൊരു നമ്മുടെ കേരളത്തിൽ ഒരു പുതിയൊരു ഫാമിലിയായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അവരുടെ കാര്യങ്ങളും അവരുടെ കഷ്ടപ്പാടുകളും അവരനുഭവിക്കുന്ന വേദനകളും. ഇപ്പോൾ ഒരു പുതിയ ക്ലിനിക്കൽ കണ്ടീഷൻ തന്നെ ആണെങ്കിൽ അതിൽ ഓരോത്തിനും അതിൻ്റേതായ ഒരു ബ്യൂട്ടി ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഓരോ കഥകൾ കേൾക്കാം, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇങ്ങനെ ആളുകൾ അനുഭവിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര
ഒരു സന്തോഷം കിട്ടും നമുക്ക് നമ്മുടെ ഒരു കാര്യത്തിൽ. One thing you hate about MBBS? എക്സാംസ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. എനിക്ക് തോന്നുന്നു നീറ്റിന്റെ അത്ര തന്നെയൊക്കെ ഒരു സ്ട്രെസ് ഇല്ലേ? യൂണിവേഴ്സിറ്റിന്റെ ടൈമിൽ അത്ര തന്നെ സ്ട്രെസ് ഉണ്ടാവും. എനിക്ക് അറിഞ്ഞൂടെ എക്സാമിന് എനിക്കൊന്ന് യൂണിവേഴ്സിറ്റി ടോപ്പർ പോലും ആ ഫുള്ള് ബുക്കൊന്നും പഠിച്ച് കാണത്തില്ലായിരിക്കും. നടക്കൂല. കാരണം ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിറ്റി മെഡിസിൻ ബുക്ക് ഇത്രയും ഞാൻ ജസ്റ്റ് ബ്ലഫ് ചെയ്യുമല്ല, ഇത്രയുണ്ട് ആ പുസ്തകത്തിന്റെ വലിപ്പം. അത് മൊത്തം പഠിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ പോലും 2-3 കൊല്ലമൊക്കെ വേണ്ടി വരുമായിരിക്കും. ഒരു ഇയറിൽ എനിക്ക് തോന്നുന്നില്ല പഠിക്കാൻ പറ്റുന്നു. ഏറ്റവും കോമഡി വെച്ചാൽ ആ ഒറ്റ സംഭവം നമ്മളൊരു പരീക്ഷയുടെ തലേന്ന് എല്ലാം കൂടെ റിവൈസ് ചെയ്തെടുക്കണം. അതൊക്കെ കഴിയുമ്പോൾ ഇത്തിരി സീനാവും. ആ ഒരു എക്സാംസ് എന്ന് പറഞ്ഞ പാട്ട് ഒഴിക്കാൻ MBBS പാവും. അടിപൊളി. Was all the effort worth it? പഠിച്ചത് മൊത്തം നീറ്റിന്റെ ഒരു എഫേർട്ട് വർത്ത് ഇറ്റ് എന്ന് തോന്നിയൊരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും എണീറ്റ് ഞാൻ നന്ദി പറയും. ഞാൻ ഇപ്പോൾ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന്റെ പരസ്യമോ വല്ല നമുക്കിപ്പോൾ നമ്മുടെ അവിടെ തന്നെ ഉണ്ടല്ലോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ അവിടെ ഒരു സ്കൈ വോക്കിൽ അവിടെയൊക്കെ പരസ്യം. ആ കുട്ടികളെ കാണും ഞാൻ മനസ്സറിഞ്ഞു. മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുള്ള ആ ഒരു സ്കൈ വോക്കിന്റെ അവിടെ തന്നെ എഴുതി വെച്ചിരിക്കുന്ന വെൽക്കം ടു ദ ഡ്രീം ഡെസ്റ്റിനേഷൻ ഓഫ് നീറ്റ് ആസ്പിറന്റ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു. ഞാൻ എല്ലാ കുട്ടികളെ കാണുമ്പോഴും ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കും മക്കളെ ഇപ്പം കഷ്ടപ്പെടും നിങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് പല ഡിസ്ട്രാക്ഷൻ വരും, പല ബുദ്ധിമുട്ടുകൾ വരും, സർവ്വസാധാരണവും അത്. പക്ഷെ ഇപ്പം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു കഷ്ടപ്പാടാണേലും പക്ഷെ അവർ കിട്ടുന്ന പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ട്രെസ് ആണ്. ആൻഡ് അതിൽ കോമ്പറ്റീഷന്റെ എലിമെന്റ് എന്തായാലും ഇറങ്ങി തിരിച്ച് മാക്സിമം ഇടുക, ഇടാൻ പറ്റുന്നല്ലേ ഇടുക, എന്നിട്ട് പോയി എഴുതുക, അടിപൊളിയായിരിക്കും. Now coming to the concluding portion, എന്ത് മെസ്സേജ് ആണ് നീറ്റ് ആസ്പിറൻസിന്റെ അടുത്ത് കൊടുക്കാനുള്ളത്? ഇനിയുള്ള ടൈം അവരെന്താ ചെയ്യേണ്ടത്? ടൈം കുറവായിട്ട് കുറെ പേര് ക്വിറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്, ഇനി പഠിച്ചിട്ട് കാര്യമില്ല പറയുന്നവരുണ്ട്, കുറെ പേര് ഫാമിലി ഭയങ്കര മോട്ടിവേറ്റിംഗ് അല്ല, അപ്പോൾ ആ ഒരു ഡീമോട്ടിവേഷൻ കാരണമൊക്കെ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. എന്താ പറയാനുള്ളത്? ഞാൻ പറയാം, ഈ ഡീമോട്ടിവേറ്റിംഗ് കുട്ടികളോടാണ് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുക. കാരണം ഞാൻ ഇവിടെ നീറ്റ് എടുക്കണം എന്നുള്ള തീരുമാനം എടുത്തപ്പോൾ ചുറ്റുമുള്ള എല്ലാവരും ഡിമോട്ടിവേറ്റ് ചെയ്ത് ടോമി നടക്കുന്ന കാര്യമല്ല, നടക്കത്തില്ല. പച്ചക്ക് നോക്കി നമുക്ക് ഭയങ്കര പക്ഷെ ആ ഒരു സന്തോഷം അവര് പറഞ്ഞു കഴിവില്ല, നിന്നെ കൊണ്ട് സാധിക്കത്തില്ല, വലതും മുഖത്ത് നോക്കി തന്നെ പറഞ്ഞവരുണ്ട്. ഞാൻ അപ്പോൾ ഒന്നും പറയാൻ പോയില്ല, കാരണം നമ്മളപ്പോൾ വെറും 10ാം ക്ലാസ് മാത്രമുള്ള ഒരു കുട്ടി മാത്രമാണ്. ഞാനപ്പോൾ അവരെ നോക്കി പുഞ്ചരിച്ച്, കാരണം എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എപ്പോഴേലും ഞാൻ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ, ഈ നീറ്റിന് 2 months 3 months ഉള്ളൂ, ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഇറപ്പുണ്ട്. എന്നെക്കുറിച്ച് ഒരു മണ്ടന പറ്റത്തില്ല ആ പറഞ്ഞ കാര്യങ്ങളുള്ളിൽ ഇരിപ്പുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളുടെ അടുത്തും എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉള്ളിൽ ഓർക്കുക. എപ്പോഴേലും വിട്ടു പോകണം എന്ന് തോന്നുമ്പോൾ ആ ഒരു സമയം ആലോചിക്കുക. നിങ്ങൾ ചിലപ്പോൾ തോന്നുമായിരിക്കും ഞാൻ ഈ പഠിച്ചിട്ടില്ല, നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനിയുള്ള 2 ആഴ്ച പറ്റുന്നതിനെ മാക്സിമം ആ ഒരു എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ചിന്ത വരാണ്ട് ഇടവരരുത്. ഇച്ചിരി ടൈം കൂടെ പഠിച്ചിരുന്നെങ്കിൽ. എക്സാം എന്തോ ആയിക്കോട്ടെ, റിഗ്രറ്റ് ഉണ്ടാവില്ല, സാറ്റിസ്ഫൈഡ് ആയിട്ട് എഴുതുക. ആ ഒരു സാറ്റിസ്ഫൈഡ് നിങ്ങൾ 2-3 മാസം എത്താൻ പറ്റുന്നതിനെ മാക്സിമം ഔട്ട്പുട്ട്, മാക്സിമം മോട്ടിവേറ്റഡ് ആവുക, പറഞ്ഞ കാര്യങ്ങൾ ഇരിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് ഇത്ര ആലോചിച്ചാൽ മതി. ആ നീറ്റിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ ഈ പറഞ്ഞവരെയൊക്കെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. അടിപൊളി. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾക്ക് നീറ്റ് കിട്ടിയോ ഇല്ലേ എന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് കിട്ടേണ്ടതായിരുന്നു, ഞാൻ പഠിച്ചില്ല, അത് ഭയങ്കര ഒരു സങ്കടം ഉണ്ടാക്കുന്ന എലിമെന്റ് ആണ്. അത് ഒരിക്കലും ഉണ്ടാവരുത്. ഇപ്പം ടോം ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയ ഒരാളാണ്, എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിലാണ് കിട്ടുന്നത്. എനിക്ക് ആ ഫസ്റ്റ് അറ്റംപ്റ്റ് ടൈമിലത്തെ ആ ഒരു ഉഴപ്പ് കാരണമാണ് പോയി പോകുന്നത്. ആ ലാസ്റ്റ് കോവിഡ് ഒക്കെ ആയിട്ട് എല്ലാം ഓൺലൈൻ ആവുന്ന ടൈമിലാണ് ഞാൻ ചെറുതായി ഉഴപ്പുന്നത്. പിന്നെ വല്ലാതെ എന്താ പറയാ സ്ട്രാറ്റജി വീഡിയോസ് കാര്യങ്ങള് വല്ലാതെ ഇൻഡൽജ് ചെയ്യരുത്. ലൈക്ക് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുക, ടിപ്സ് എടുക്കുക, അത് നിങ്ങളുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യുക. ഇപ്പം ടോം കുറേ കാര്യം പറഞ്ഞു, ഞാൻ കുറേ കാര്യം പറഞ്ഞു, ഭയങ്കര കോൺട്രാഡിക്റ്റിംഗ് ആയിട്ട് നമ്മൾ എത്രയോ പാറ്റേൺസ് അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ലൈക്ക് നിങ്ങൾക്ക് എന്താണോ അത് ഫേവർ ചെയ്യുന്നത് അത് മാത്രം നിങ്ങൾ ചെയ്തു പോവുക. സോ വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിങ്. ദിസ് ഇസ് രാധിക ഡിജു സൈനിങ് ഓഫ്. It's me, Tom Bastin.